നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന നാഷൻസ് ലീഗ് മത്സരത്തിൽ ഗംഭീര വിജയമാണ് പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 1-നെതിരെ 5 ഗോളുകൾക്കാണ് പോളണ്ടിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം സ്വന്തമാക്കിയിട്ടുണ്ട്. 2 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത്. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. താരം നേടിയ ആ ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ ഇപ്പോൾ വലിയ പ്രശംസയാണ് പിടിച്ചു പറ്റിയിട്ടുള്ളത്. ഈ പ്രായത്തിലും റൊണാൾഡോ ഇത്തരം ഗോളുകൾ നേടുന്നു എന്നതിനെയാണ് ആരാധകർ പ്രധാനമായും അഭിനന്ദിക്കുന്നത്. ഏതായാലും 1000 ഗോളുകൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനോ അതിവേഗം കുതിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഇന്നലത്തെ ഇരട്ട ഗോളോടുകൂടി റൊണാൾഡോ തൻ്റെ കരിയറിൽ ഇപ്പോൾ 910 ഗോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 90 ഗോളുകൾ കൂടി നേടിയാൽ അദ്ദേഹത്തിന് 1000 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിൽ എത്താൻ സാധിക്കും. പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി ആകെ 135 ഗോളുകളാണ് റൊണാൾഡോ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ഇത്തവണത്തെ നാഷൻസ് ലീഗിൽ മാത്രമായി റൊണാൾഡോ 5 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ആകെ 12 ഗോളുകളാണ് നാഷൻസ് ലീഗിൽ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വർഷം പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ 7 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അതേസമയം ഈ കലണ്ടർ വർഷത്തിൽ ആകെ 37 ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റൊണാൾഡോ തൻ്റെ ഗോൾ വേട്ട തുടരുകയാണ്. 39ാമത്തെ വയസ്സിലും അടങ്ങാത്ത ഗോൾ ദാഹമുള്ള ഒരു വ്യക്തിയാണ് റൊണാൾഡോ. അദ്ദേഹം 1000 ഗോളുകൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.